വിശദമായ വാർത്തകളിലേക്ക്. ISRO ചാരക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി നടപടികൾ ശക്തമാക്കുമെന്ന് കെ രാമചന്ദ്രൻ മാസ്റ്റർ. ചാരക്കേസിലെ CIA ഇടപെടലിനെ കുറിച്ചാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാരക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുമെന്ന് രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. എന്റെ ഹർജി ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ഒരു 3 കൊല്ലത്തോളം ആയി ഹർജി കൊടുത്തിട്ട്. CIAയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് CBI അന്വേഷിക്കണം ഈ കേസിൽ എന്നാണ് എന്റെ റിക്വസ്റ്റ്. അതില് CBI വക്കീൽ ശക്തമായി എതിർക്കുകയാണ്. ഇത് നീട്ടി കൊണ്ടുപോവാണ്. അതിന്റെ ഫലമായി ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കോടതി. ഇപ്പോ ഉള്ള പൊസിഷൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രീധരൻ വക്കീലാണ്, ശ്രീറാം പിള്ളയാണ് എന്റെ വക്കീൽ. അദ്ദേഹത്തോട് എക്സ്പീഡിയറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതാണ് പൊസിഷൻ. നരസിംഹ റാവു തന്നെ ഈ പാർലമെന്റിൽ ചെയ്ത പ്രസംഗത്തിൽ അമേരിക്കക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം CIAയുടെ ഇടപെടലുണ്ട് എന്ന് വ്യംഗ്യമായി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ ഗൗരവമാണ്. കാരണം രാജ്യത്തിന്റെ പുരോഗതിയിൽ നിദാനമായ ഈ ISRO ചാരക്കേസ് സ്വാഭാവികമായിട്ടും CIAക്ക് താല്പര്യമുണ്ടാകും. വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, നമ്പിനാരായണനും ഇതുപോലെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി തന്നെയായിരുന്നു സമർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇതേ നിലപാട് ആവശ്യപ്പെട്ട് ഇതേ ആവശ്യവുമായി കെ രാമചന്ദ്രൻ മാസ്റ്ററും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു CBI അന്വേഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ടായാൽ അത് സമീപകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? വിശദാംശങ്ങൾ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തീരുമാനമായിരിക്കും കോടതിയിൽ നിന്നും CBI അന്വേഷണം പ്രത്യേകമായി ഉണ്ടാവുക. പ്രധാനമായും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണ സമിതിക്ക് മുന്നാകെ 5 രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ താൻ പറയുമെന്ന് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയതോടെ ഇതിൽ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ് ഉന്നം വെക്കുന്നത്. പ്രത്യേകിച്ച് A ഗ്രൂപ്പിനെ ഉന്നം വെച്ചുള്ള പ്രസ്താവനയാണ് പത്മജയുടെ ഉണ്ടായത്. എന്നാൽ മകൻ കെ മുരളീധരൻ കുറച്ചുകൂടി പക്വമായ രാഷ്ട്രീയ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും അദ്ദേഹം ചില പേരുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യവും അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ ആരോഗ്യമില്ലായ്മയാണ് തന്നെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാനുള്ള ആരോഗ്യശേഷി, ഇത് താങ്ങാനുള്ള ആരോഗ്യശേഷി സംഘടനയ്ക്കില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചാരക്കേസിലൂടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് കെ കരുണാകരനാണ് എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാക്കിയത് ഈ 5 നേതാക്കന്മാർ, അതായത് സജീവ രാഷ്ട്രീയത്തിലുള്ള 5 നേതാക്കന്മാർക്കാണ് എന്നുള്ള കാര്യവും പത്മജ പറഞ്ഞു വെക്കുമ്പോൾ A ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരായിരിക്കും. കാരണം ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ചെറിയാൻ പിലിപ്പില്ല എന്ന് പത്മജ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഒഴിവാക്കാൻ കൂട്ടാക്കിയതുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കോൺഗ്രസിനുള്ളിൽ പരിണമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കെ രാമചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ആവശ്യം CA ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയം CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. ചാരക്കേസിൽ ഏത് വിധേനയാണ് അമേരിക്കൻ ചാരസംഘടന ഇടപെട്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്നുള്ള കാര്യം അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം, വിമോചന സമരകാലത്തും കേരള രാഷ്ട്രീയത്തിൽ കേരളത്തെ
രാഷ്ട്രീയക്കാർക്കിടയിൽ നിന്നും അറിവോടുകൂടി തന്നെ CAA പ്രവർത്തനം കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ CAA ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. കാരണം രാജ്യരക്ഷ പ്രതിരോധ വിഷയങ്ങളിലും ഒപ്പം തന്നെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും ചാരവൃത്തിയോ മറ്റനുബന്ധ വിഷയങ്ങളോ ഉണ്ടായാൽ സംശയത്തിന്റെ നിഴലിലുള്ള ആളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെങ്കിലും അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ വിടുന്ന പതിവില്ല. ഇതിന് വിപരീതമായാണ് ചാര കേസുമായി ബന്ധപ്പെട്ട് നമ്പിനാരായണനും ഒപ്പം തന്നെ അറസ്റ്റിലായവർക്കെതിരെയും വലിയ തോതിലുള്ള പത്രവാർത്തകളും എല്ലാം തന്നെ ആസൂത്രിതമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കുകയും ഉണ്ടായി. ഈ വസ്തുത കണക്കിലെടുക്കുമ്പോൾ അന്ന് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ CAA ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലെ ഒരാളെ ഏജന്റായി നിയോഗിച്ചിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അത്തരത്തിൽ നിയോഗിച്ചത് ആരെ ആണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഹർജിയായി ആണ് KK രാമചന്ദ്രൻ മാസ്റ്ററുടെ ഈ ഹർജിയെ നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ CAA ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള വലിയ തോതിലുള്ള ഒരു ആക്ഷേപം കൂടിയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. ISRO ചാരക്കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി KK രാമചന്ദ്രൻ മാസ്റ്ററും രംഗത്ത്. വിശദാംശങ്ങൾ നൽകിയത് ലെസ്ലി ജോൺ ആണ്. അതേസമയം ഈ മാസം 19-ന് പോലീസ് വിളിച്ചു വരുത്തിയ പശ്ചാത്തലത്തിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഭരണ ചുമതലകൾ താൽക്കാലികമായി കൈമാറി. മോൺസിഞ്ഞോർ മാത്യു കോക്കണ്ടത്തിൽ അടക്കമുള്ളവർക്കാണ് ചുമതലകൾ കൈമാറിയത്. അതേസമയം ബിഷപ്പ് സ്ഥാനം ഫ്രാങ്കോ മുളയ്ക്കൽ ഒഴിഞ്ഞിട്ടില്ലെന്ന് ജലന്ധർ രൂപത അറിയിച്ചു. രൂപതയുടെ സർക്കുലർ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും ജലന്ധർ രൂപത വക്താവ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി വളരെ നിമിഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ചുമതലകൾ കൈമാറ്റം ചെയ്ത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത വളരെ ദിവസങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ അല്ലെങ്കിൽ അറസ്റ്റിലാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലൊരു സ്ഥാന കൈമാറ്റം അതിനെ ഏത് തരത്തിൽ വിലയിരുത്താം? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ ഫ്രാങ്കോ മുളയ്ക്കൽ നിർവഹിച്ച ഭരണ ചുമതലകൾ മോൺസിഞ്ഞോർ മാത്യു കുപ്പണ്ടം അടങ്ങിയ 3-അംഗ സമിതിക്കാണ് താൽക്കാലികമായി കൈമാറിക്കൊണ്ട് കഴിഞ്ഞ 13-ാം തീയതി സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് രൂപതാ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ബിഷപ്പ് സാധാരണയായി സ്ഥലത്തില്ല എങ്കിൽ ചെയ്യുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കുലറിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചില ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ ഒരു വർഷത്തിൽ 15 തവണയോളം സംഭവിക്കുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും എല്ലാ കാലത്തും ബിഷപ്പ് സ്ഥലത്തില്ലെങ്കിൽ ചെയ്യുന്ന ഭരണപരമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതെന്നുമാണ് രൂപതയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മാത്യു കൊക്കണ്ടം രൂപതയുടെ പകരം ഭരണ നേതൃത്വം ഈ ഒരു സാഹചര്യത്തിൽ നിർവഹിക്കുമെന്ന് ഈ ഒരു സർക്കുലറിൽ വ്യക്തമാക്കുകയുണ്ടായി. ഫാദർ ജോസഫ് തെക്കുംകാട്ടിൽ, ഫാദർ സുബിൻ തെക്കേടത്ത് എന്നിവർക്കും വിവിധ ചുമതലകൾ കൈമാറിയിട്ടുണ്ട്. പീഡനാരോപണത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ കേരളത്തിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാറ്റമെന്നാണ് ചുമതല ഒഴിയാനുള്ള കാരണമായി ബിഷപ്പ് സർക്കുലറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തന്റെ അഭാവത്തിൽ സാധാരണയായി ചെയ്യുന്ന ഭരണപരമായ നടപടിക്രമമാണ് ഇതെന്ന് സർക്കുലറിൽ ബിഷപ്പും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ ഈ ഒരു പീഡന ആരോപണ വിഷയത്തിൽ തനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അതുപോലെ തന്നെ ദൈവികമായ ഇടപെടൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഫ്രാങ്കോ മുളയ്ക്കൽ ഈ ഒരു വിഷയത്തിൽ സ്ഥാനത്യാഗം ചെയ്തു എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന ഒരു ന്യായീകരണവുമായി ഇപ്പോൾ രൂപതാ വക്താവും രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ശരത്, അതേസമയം ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ ഇപ്പോൾ ചുമതല കൈമാറ്റം മാത്രമാണ് നടന്നതെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ബിഷപ്പ് എത്തുമ്പോൾ നിലവിൽ ബിഷപ്പ് സ്ഥാനം വഹിക്കുന്ന ഒരാൾ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റിനുള്ള സാധ്യതകൾ വന്നാൽ ബിഷപ്പിനെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ കൂടി നിലവിലെ സാഹചര്യം തുറക്കുന്നില്ലേ? ക്രിസ്ത്യൻ അറസ്റ്റും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതായാലും നോട്ടീസ് കേരള പോലീസ് നൽകിയതിന്റെ സൂചനകൾ ഏതായാലും ബിഷപ്പിന്റെ സർക്കുലറിൽ വ്യക്തമാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് തന്റെ ഒരു സ്ഥാനം ചുമതലകളെല്ലാം തന്നെ മാറി നൽകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ആദ്യ ഒരു ഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് നോട്ടീസ് കൈമാറി എന്ന് പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ
ജലന്ധർ ബിഷപ്പിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സർക്കുലർ പുറത്തു വന്ന സാഹചര്യത്തിൽ ഏതായാലും അന്വേഷണം നേരിടാൻ ബിഷപ്പ് കേരളത്തിലെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചുമതലകൾ കൈമാറി വിശദാംശങ്ങൾ നൽകിയത് ശരത്താണ്. ഇനിയൊരു ഇടവേള. ബിഷപ്പ് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ വത്തിക്കാൻ ഇടപെടുന്നു. ബിഷപ്പിനെതിരെ 2 ദിവസത്തിനകം നടപടിയുണ്ടായേക്കും. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി വിവരങ്ങൾ വത്തിക്കാനെ ധരിപ്പിച്ചു. അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ജലന്ധർ രൂപത PROയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതായും പോലീസ് കണ്ടെത്തി. കന്യാസ്ത്രീയെ ബിഷപ്പ് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് പോലീസ് നോട്ടീസ് അയച്ച സാഹചര്യത്തിലാണ് വത്തിക്കാൻ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നത്. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധിയും CBCI പ്രസിഡന്റുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വിവരങ്ങളെല്ലാം വത്തിക്കാനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിനെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വത്തിക്കാൻ ആവശ്യപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഭാധ്യക്ഷന്മാരോട് വത്തിക്കാൻ അടിയന്തരമായി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതേസമയം ബിഷപ്പിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ജലന്ധർ രൂപത PROയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതായി പോലീസ് കണ്ടെത്തി. ബിഷപ്പിന് അനുകൂലമായി മൊഴി നൽകാൻ 3 കന്യാസ്ത്രീകൾക്ക് വൈദികർ പരിശീലനം നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ജലന്ധർ രൂപത PRO ആണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി PRO 3 ദിവസം കൊച്ചിയിൽ മുറിയെടുത്ത് താമസിച്ചതായും വ്യക്തമായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച മൊഴികളിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി ഈ മാസം 19-നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് ബിഷപ്പിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ISRO ചാരക്കേസിലെ സുപ്രീം കോടതി വിധി കോൺഗ്രസ് സംസ്കാരത്തിന്റെ ജീർണമുഖം പുറത്തു കൊണ്ടുവന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അനാവശ്യമായി പ്രതി ചേർത്ത് പീഡിപ്പിച്ചതിന് നമ്പിനാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവിന് ഉത്തരവാദി ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമാണ്. അതിനാൽ ഈ തുക ഉമ്മൻചാണ്ടിയും KPCCയും നൽകണമെന്നും കോടിയേരി പറഞ്ഞു. വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, നമ്പിനാരായണനെ പീഡിപ്പിച്ച വിഷയത്തിൽ അല്ലെങ്കിൽ ISRO ചാരക്കേസിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾക്കെതിരെ എത്രത്തോളം രൂക്ഷമായ ഭാഷയിലായിരുന്നു കോടിയേരി പ്രതികരിച്ചത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റി, പ്രധാനമായും ISRO ചാരക്കേസിലെ സുപ്രീം കോടതി വിധി അത് കോൺഗ്രസ് സംസ്കാരത്തിന്റെ ജീർണമുഖം തന്നെയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. അനാവശ്യമായി പ്രതി ചേർത്തുകൊണ്ട് പീഡിപ്പിച്ചതിന് ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് കോടതി വിധി. ഇതിന് ഉത്തരവാദി ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ ഈ തുക ഉമ്മൻചാണ്ടിയും KPCCയും നൽകണമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഖജനാവിനെ ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ധാർമ്മികതയും മാനുഷികതയും അവർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അധികാരത്തിന് വേണ്ടി എന്ത് നീതികൃത്യവും ചെയ്യുന്നവരുടെ കൂട്ടമാണ് കോൺഗ്രസ് എന്ന് ചാരക്കേസ് വ്യക്തമാക്കുന്നുണ്ട്. അധികാരം പിടിക്കാനായി ആന്റണി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ ഒരു കൊട്ടാര വിപ്ലവത്തിന്റെ ഭാഗമായി വ്യാജമായി ചമച്ചതാണ് ചാരക്കേസ് എന്നുള്ളതാണ് ഇതിലൂടെ ഇപ്പോൾ വെളിവായിരിക്കുന്നത്. ഇതിനുള്ള താക്കീതാണ് ജസ്റ്റിസ് നിലവിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വിധി. അതുകൊണ്ട് തന്നെ ചാരക്കേസിന്റെ ഉപജ്ഞാതാക്കളായ 5 പേരുടെ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ പേരുകൾ അറിയിക്കും എന്നുള്ള പത്മജിയുടെ അഭിപ്രായം അത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെ കരുണാകരൻ തന്നോട് വെളിപ്പെടുത്തിയ ആ പേരുകൾ ജുഡീഷ്യൽ കമ്മീഷനെ ധരിപ്പിക്കേണ്ടത് അച്ഛനോട് കാട്ടേണ്ട നീതിയാണെന്നും പത്മജിയുടെ പ്രതികരണത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരടിസ്ഥാനവുമില്ലാതെ ക്രിമിനൽ കേസ് ചുമത്തുകയായിരുന്നു ചാരക്കേസിലുണ്ടായത് എന്നുള്ളൊരു നിരീക്ഷണം, അത് കോടതിയുടെ നിരീക്ഷണം ഗൗരവമുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിയമവിരുദ്ധ കുതന്ത്രങ്ങളിൽ പങ്കാളികളായിട്ടുള്ള UDF നേതാക്കളും പരസ്യമായി കുറ്റസമ്മതം നടത്തണം എന്നാണ് കോടിയേരി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ, ISRO ചാരക്കേസിൽ നമ്പിനാരായണ നഷ്ടപരിഹാരം ഉമ്മൻചാണ്ടിയും KPCCയും നൽകണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിശദാംശങ്ങൾ നൽകിയത് ഷീജ. രൂപയുടെ വിലയിടിവ് കേന്ദ്ര സർക്കാർ ഇറക്കുമതി നിർത്തിവെച്ചു. അത്യാവശ്യ സാധനങ്ങൾ ഒഴികെയുള്ളവയുടെ ഇറക്കുമതിയാണ് പൂർണ്ണമായും നിർത്തിയത്. കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നടപടി കൈക്കൊള്ളാനും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക വിശകലന സമിതി തീരുമാനിച്ചു. യോഗം ഇന്നും തുടരും. അതേസമയം രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്നും വർദ്ധിച്ചു. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇടിയുന്ന രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത സാമ്പത്തിക അവലോകന സമിതി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി അവശ്യ സാധനങ്ങൾ അല്ലാത്തവയുടെ ഇറക്കുമതി നിർത്തിവെക്കാൻ തീരുമാനിച്ചു.
എണ്ണവില കൂടുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതുമാണ് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള വിദേശ വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 1 വർഷത്തെ പ്രവർത്തന കാലാവധിയുള്ള ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലുള്ളവർക്ക് 50 ദശലക്ഷത്തിന്റെ ഡോളർ വായ്പയായി സ്വീകരിക്കാം. ഈ സാമ്പത്തിക വർഷത്തെ മസാല ബോണ്ടുകളെ വിത്ത് ഹോൾഡിംഗിൽ നിന്ന് ഒഴിവാക്കി. ഇന്ത്യൻ ബാങ്കുകൾക്ക് മസാല ബോണ്ടുകളുടെ വിപണനത്തിന് ഇനി നിയന്ത്രണമുണ്ടാകില്ല. അതേസമയം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുകയാണ്. പെട്രോളിന് 34 പൈസയും ഡീസലിന് 24 പൈസയും വില വർദ്ധിച്ചു. മഹാരാഷ്ട്രയിൽ പെട്രോൾ വില 89 രൂപ കടന്നു. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ഇന്ന്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് മുഖ്യ അജണ്ട. സഖ്യ സാധ്യതകളും സംസ്ഥാനങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. വിജയ് മല്യ, നീരവ് മോദി, പെട്രോൾ വില വർധനവ്, റാഫേൽ വിമാന ഇടപാട് തുടങ്ങിയവയും യോഗത്തിൽ ചർച്ചയാകും. ഈ വിഷയങ്ങളിലെ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും സംബന്ധിച്ച് യോഗം തീരുമാനമെടുക്കും. കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതാണ് നമ്പിനാരായണൻ അനുകൂലമായ സുപ്രീംകോടതി വിധി. 90കളിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ഐ ഗ്രൂപ്പ് നേതാവായ കെ കരുണാകരനെ നീക്കാനായിരുന്നു ചാരക്കേസ് എ ഗ്രൂപ്പ് ഉപയോഗിച്ചത്. എന്നാൽ സുപ്രീംകോടതി വിധി വന്നതോടെ ഇതിന്റെ ഉൾ രാഷ്ട്രീയമാണ് പുറത്തുവരുന്നത്. ഇത് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു. 90കളിലെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തുവരുന്ന സാഹചര്യമാണ് നമ്പിനാരായണന്റെ കേസിലെ വിധി സുപ്രീംകോടതി പ്രഖ്യാപിച്ചതോടെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലെ പ്രമുഖരായ 5 നേതാക്കളായിരുന്നു തന്റെ പിതാവിനെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന പത്മജ വേണുഗോപാലിന്റെ വെളിപ്പെടുത്തൽ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചുകൊണ്ട് ഇതൊന്നും ആയില്ല. അതിലേക്ക് മാത്രം ഒതുങ്ങരുത്. കാരണം ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢനീക്കങ്ങളുണ്ട് എന്ന് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജുഡീഷ്യറി ഒരു അന്വേഷണം വന്നാൽ, എന്നെ വിളിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോവുകയും ഇത് ആരാണ് എന്നുള്ള പേരുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്യും. KPCC അധ്യക്ഷൻ MM ഹസൻ മുൻപ് നടത്തിയ ഏറ്റുപറച്ചിലിനോട് കൂട്ടിവായിക്കുമ്പോഴാണ് ചാരക്കേസ് എങ്ങനെയാണ് കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് ബോധ്യമാകൂ. ലീഡറെ പോലൊരാളെ കാലാവധി പൂർത്തിയാക്കാതെ നമ്മൾ പുറത്താക്കിയാൽ അതിന്റെ ദൂഷ്യം പാർട്ടിക്കുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കുന്നു, ലീഡറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അന്ന് പുറത്തിറക്കിയത് പാർട്ടിക്ക് ദോഷകരമായി എന്ന വിശ്വാസം. പത്മജ ആരോപിക്കുന്ന 5 നേതാക്കൾ ഇന്നും കോൺഗ്രസിന്റെ മുൻനിരയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായ മുരളീധരൻ നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് കരുക്കൾ നീക്കുന്നത് എന്നതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. പിന്നെ കെ കരുണാകരൻ താഴെ ഇറക്കിയ സാഹചര്യങ്ങളെ കുറിച്ചൊരു അതിനെക്കുറിച്ചൊരു പുനർചർച്ച നടത്താൻ അതിനൊക്കെ ആരോഗ്യം ഇപ്പൊ പാർട്ടിക്കില്ല. ഇനി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിയോഗിക്കപ്പെടുന്ന ജുഡീഷ്യൽ സമിതിക്ക് മുന്നിൽ ആരൊക്കെ മൊഴി നൽകുമെന്നതാണ് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും കോടതി വിധി സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നതും ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിന്റെ സാംസ്കാരിക ബിംബങ്ങളിൽ ഒന്നായ രാഗം തിയേറ്റർ നവീന സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഒക്ടോബർ 10 ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. സിനിമ, കല, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രദർശനത്തോടെ രാഗം തിയേറ്റർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ബിസിനസ് സംരംഭകരായ ജിയോ ഗ്രൂപ്പും സൂര്യ ഫിലിംസും ചേർന്നാണ് രാഗം തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. തൃശ്ശൂരുകാർക്ക് രാഗം തിയേറ്റർ എന്നാൽ വെറുമൊരു സിനിമാ കൊട്ടകയല്ല, അത് അവരുടെ ജീവിതത്തിൽ അലിഞ്ഞുചേർന്ന ഒരു വികാരമാണ്. രാഗം തിയേറ്ററിൽ നിന്ന് സിനിമ കാണാത്ത ഒരു തൃശ്ശൂർകാരൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. 1974 നിത്യഹരിത നായകൻ പ്രേംനസീർ ഉദ്ഘാടനം ചെയ്ത് രാമു കാര്യാട്ടിന്റെ നെല്ലുമായി പ്രദർശനം തുടങ്ങിയ രാഗം പിന്നീട് സഞ്ചരിച്ചത് മലയാള സിനിമാ ചരിത്രത്തിലൂടെയാണ്. തൃശ്ശൂരുകാരുടെ സിനിമാ സങ്കല്പങ്ങളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി രാഗവും കൂടെയുണ്ട്. പ്രവർത്തനം ആരംഭിച്ച കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററിൽ ഒന്നായിരുന്നു രാഗം. എന്നാൽ കഴിഞ്ഞ 3 വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന രാഗം ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതും കേരളത്തിലെ ഒന്നാംകിട തിയേറ്ററുകളോട് കിടപിടിക്കാൻ കഴിയുന്ന സന്നാഹങ്ങളുമായി. കായംകുളം കൊച്ചുണ്ണിയുമായി ഒക്ടോബർ 10 രാഗം തൃശ്ശൂരിന്റെ മണ്ണിൽ പുനരവതരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റിനായുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂർ ഗഡികൾ. തൃശ്ശൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ രാഗം തിയേറ്ററിന് വലിയൊരു പങ്കുണ്ട്. തൃശ്ശൂരുടെ രാഗം തിയേറ്റർ പുതിയ രൂപത്തിലും ഭാവത്തിലും പുനരവതരിക്കുകയാണ്. രാഗം തിയേറ്ററിൽ നിന്നും CP ലിനൊപ്പം VS അഭിരാം.